ആഗ്നേയമാർക്ക് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ 7 ഡേയ്സ് കൊണ്ട് മാറും കേട്ടോ. ചാലഞ്ച് ചെയ്തോളൂ, 7 ഡേയ്സ് ചാലഞ്ചാണ്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഒരു അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഡാർക്ക് സ്പോട്ട്, അതുപോലെ ആഗ്നേ മാർക്ക്, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം കൊണ്ട് വിഷമിക്കുന്നവരെല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ഞാൻ 21 ഡേയ്സിൻ്റെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, 10 ഡേയ്സ് ചാലഞ്ച്, ഇതിലെല്ലാം ഒരുപാട് പേര് ചെയ്തിട്ടുമുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ചലഞ്ചും ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടുന്നവർക്ക് അത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഒരു 2 വീക്സിൽ, ഞാൻ പറയണത് ഇപ്പോൾ 7 ഡേയ്സിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2 വീക്സിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് ട്രീറ്റ്മെൻറ്റ്, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് 2 രീതിയിലാണ് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആഗ്നേ മാർക്ക്, പിമ്പിൾസ് വന്ന പാടുകൾ, അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ആദ്യം ഒരു ക്ലെൻസർ വേണം. ദെൻ അതിലേക്ക് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ബേസിലുള്ള ഒരു പാക്കുമാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ പാക്കിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ശരിക്കും സാധാരണ പാക്കിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ഒരു ഐസ് പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഐസ് ക്യൂബിലൂടെയുള്ള ഒരു പാക്കാണ് നമ്മളിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അത്രയും റിസൾട്ടാണ്. സോ ഇത് മുഴുവൻ കാണുക. ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നല്ലത് എപ്പോഴും ഷെയർ ചെയ്ത് കൊടുക്കാം, അതുകൊണ്ട് ഒരു തെറ്റുമില്ല. സോ കാരണം ഇതുപോലത്തെ ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒത്തിരി ട്രീറ്റ്മെൻറ്റ്, ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റും ഭയങ്കര റിസൾട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊട്ടാറ്റോ എടുക്കാം, ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം. അത് നന്നായിട്ട് അതിൻ്റെ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളുടെ ഗ്രേറ്റർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. നന്നായിട്ട് അത് ചെറിയ ഇതിലെടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവൻ വേണേ. എന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞ് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ അരിപ്പ വെച്ചിട്ട് നമ്മൾ അരിച്ച് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ലെമൺ ജ്യൂസ്, ഒരു സ്പൂൺ ലൈം എടുക്കുക. അതായത് ഒരു സ്പൂൺ ലൈം എന്ന് വെച്ചാൽ ഒരു നാരങ്ങ എടുക്കുക. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ആ നാരങ്ങയുടെ പ്രശ്നമുള്ളവർക്ക്, അലർജി ഉള്ളവർക്ക്, ലെമൺ എന്തെങ്കിലും രീതിയിൽ അലർജി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കേട്ടോ, ലെമണിൻ്റെ പ്രശ്നമുള്ളവർക്ക്. പിന്നെ ഏത് പാക്ക് ഇടുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ ചെയ്യാവൂ എന്നുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. എന്തെങ്കിലും അലർജിക്ക് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് ചെയ്യുക. പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തേ പറ്റൂ കേട്ടോ. പെട്ടെന്ന് എന്ത് കാണുന്നതും എടുത്ത് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് നമുക്ക് മുഴുവനായിട്ട് എടുക്കുക കേട്ടോ. 1 or 2 ടേബിൾ സ്പൂൺ വരും. സോ അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ ഒരു 4 സ്പൂൺ റൈസ് പൗഡറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 4 സ്പൂൺ അരിപ്പൊടി എടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് വരാനായിട്ട് നമുക്കിതിനകത്ത് ഒരു റോസ് വാട്ടർ എടുക്കുക. 40 ml എടുക്കുക, 40 മില്ലി എടുക്കുക കേട്ടോ, മില്ലി ലിറ്റർ എടുക്കാതെ. ഇത് ചെറിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ 1/4 ബോട്ടിൽ വരും. അപ്പോൾ ഒരു 4 സ്പൂണിലധികം വരും. അപ്പോൾ 4 ടേബിൾ സ്പൂണിലധികം വരും. അത്രയും റോസ് വാട്ടർ നമ്മൾ എടുക്കണം. എന്നിട്ട് അതുമായിട്ട് നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്താലും നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരു തരി പോലെ വരും. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് മിക്സ് ചെയ്ത് വന്നാലാണ് നമുക്കതിന് കുറച്ചും കൂടെ ഒരു റിസൾട്ട്. നമുക്കറിയാം റൈസ് അത്രയും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുക, പൊട്ടറ്റോ ബ്ലീച്ച് എഫക്റ്റാണ്, ലൈം നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ ഇതെല്ലാം കൂടെ
വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഡാർക്ക് സ്പോട്ട് കൊണ്ട് കുറേ നാളായിട്ട് വിഷമിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി ഒരു കട്ടിക്ക് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം, അതിൻ്റെ നോർമൽ വാട്ടർ നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാവുന്ന രീതിയിലേക്ക് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഐസ് ട്രേ എടുക്കുക. അത് ഓരോ സ്പൂണായിട്ട് നമുക്ക് ഈ ട്രേക്കകത്ത് ഒഴിച്ച് വയ്ക്കാം. ഓക്കെ, ഇത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ട്രേ എടുക്കുക. ഇതെല്ലാം തന്നെ ഓരോ സ്പൂണായിട്ട് ട്രേയിൽ ഒഴിച്ച് വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രീസറിൽ കയറ്റി വയ്ക്കുക, ഫ്രീസ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ദെൻ അതിലേക്ക് നമ്മൾ നമ്മൾ ഇത് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്ലെൻസിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്, ക്ലെൻസറാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ പാക്ക് നമ്മൾ ഐസ് പാക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഐസ് പാക്ക് നമ്മൾ മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ പൾപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസായിട്ട് തന്നെ എടുക്കുക. ഒരു 1/4 ബൗളൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ നമ്മൾ ക്ലെൻസ് ചെയ്യുക. അതായത് നോർമൽ നമ്മൾ ക്ലെൻസ് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ഇത് ക്ലെൻസ് ചെയ്യണം. നന്നായിട്ട് ഫേസ് ഓരോ ഏരിയയും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈമിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ചിലവർക്ക് ലൈം എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. അതുകൊണ്ട് നമ്മളിതിൽ ചെയ്യാം. അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് മാത്രം വെച്ചിട്ടും ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എല്ലാവർക്കും പോകുന്നത് നമുക്ക് ടൊമാറ്റോ ആണ്. തക്കാളി എടുത്ത് ചെയ്യുക. ചിലവർക്ക് തക്കാളിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫേസ് രാവിലെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഐസ് ക്യൂബ് എടുക്കുക. ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് ഒരു ക്യൂബ് തന്നെ നമുക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് മസാജ് കൊടുക്കാം. നമുക്ക് ഓരോ ഏരിയയും ഫോക്കസ് ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുത്തിട്ട് ഒരു 5 to 10 minutes അങ്ങനെ ലീവ് ചെയ്യാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ശരിക്കും വരത്തില്ല. അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു 5 to 10 minutes ഒക്കെ അങ്ങനെ വെച്ചിട്ട് വയ്ക്കേണ്ട ടൈം കുറച്ച് സമയം വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കൊന്ന് പ്ലെയിൻ വാട്ടറിൽ നോർമലി ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഭയങ്കര പാക്കറ്റ് പോലത്തെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ. അത്രമാത്രം നല്ലൊരു നമുക്ക് ഭയങ്കര എഫക്റ്റീവായിരിക്കും. നമ്മളുടെ സ്കിന്നിൽ ഒരു ഭയങ്കര ചേഞ്ച്, ടാനൊക്കെ മാറി ഭയങ്കര ഒരു ക്ലിയർ സ്കിന്നൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മളുടെ സ്കിൻ കെയർ മസ്റ്റാണ്. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് ബേസാണ്. നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെയും ഒരു ഫൗണ്ടേഷനാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലാതെ എത്ര ഹൈറ്റിൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് എന്തോ കാര്യം. നല്ല ഒരു തറയുണ്ടെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. തറയില്ലാതെ വെറുതെ നമ്മൾ കെട്ടിപ്പൊക്കി അതെല്ലാം കൂടി ഇടിഞ്ഞു വീഴും. അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിൻ കെയർ ചെയ്യാതെ ഹോം കെയർ മാത്രം നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ട് നമുക്ക് 100% നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഹോം കെയർ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ കെയറിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്കിന്നിൻ്റെ എന്താണ് സ്കിൻ കെയർ എന്നോ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. അതിലൂടെ നമ്മൾ വീഡിയോ കോൾ വഴി നിങ്ങളുടെ സ്കിൻ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്ന്, അതും ഓരോ ഏജിനനുസരിച്ച് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു തന്ന് നമുക്കൊരു ക്ലിയർ സ്കിൻ, നമുക്ക് ആദ്യം നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറാക്കിയാൽ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയിരിക്കും. നമ്മളുടെ അൺഈവൺ മാറി നമ്മുടെ സ്കിൻ ടോൺ ഒരു ഈവൻ ലെവലിലേക്ക് വന്ന് ടാനൊക്കെ മാറി അങ്ങനെ ഒരുപാട് നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിൻ കെയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ഫേഷ്യൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോകേണ്ട ആവശ്യമേ വരത്തില്ല. സ്കിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും കറക്റ്റ് കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണലായിട്ട് ഇതുപോലത്തെ ഹോം കെയറും കൂടി എടുക്കുമ്പോൾ സൂപ്പറായിട്ടുള്ള റിസൾട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വീഡിയോ കോൾ വഴി കൺസൾട്ട് ചെയ്യും. നമുക്കൊരു 3 രീതിയിൽ കൺസൾട്ടിങ് ആണ് വരുന്നത്. എവറി 21 ഡേയ്സിലാണ് വരിക. സോ അതിലൂടെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അത് ഏജ് എന്ന് പറയുന്നത് ഒരു ഇതല്ല, 60, 70, 80 ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു ടൈമിലുള്ള നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, ഡ്രൈനെസ് ആയിക്കോട്ടെ, റിങ്കിൾസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക്
നമുക്ക് പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക ഭയങ്കര കെമിക്കലോ കാര്യങ്ങളോ തന്നിട്ടുള്ള ഒരു ക്രീമൊന്നും തന്ന് ക്ലിയർ ചെയ്യുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയറിലൂടെ നമ്മളുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കിക്കൊണ്ട് നമ്മളുടെ സ്കിൻ ടെക്സ്ചർ ബെറ്റർ ആക്കിക്കൊണ്ട് ഒരു റിസൾട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്താ പറയുക അറിയെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ എടുക്കാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാം. അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പാക്ക് ഞാൻ പറഞ്ഞു ഒരു 5 to 10 മിനിറ്റ് നമ്മൾക്ക് തന്നെ ഇതെല്ലാം സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യും. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് ഒരു പ്ലെയിൻ വാഷ് ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്താൽ മതി. ഇടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു മസാജ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട്, അതാണ് 7 days എന്ന് പറഞ്ഞത്, 2 ആഴ്ച എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം, അത് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിന്നിന്. അത് മറന്നു പോകരുത്. മോർണിംഗിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കുക, നമ്മളുടെ സ്കിൻ കെയർ പ്രോപ്പറാക്കുക, നമ്മളെ ഹെൽത്ത് പ്രോപ്പറാക്കുക, അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് ആ ഒരു പ്രയോറിറ്റി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശീലിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.